മലപ്പുറം ചട്ടിപ്പറമ്പിൽ ഇപ്പോൾ മുബഷിർ സൂചിപ്പിച്ചതുപോലെ വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ചതിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീങ്ങുകയാണ്. പ്രസവത്തിന് സഹായം ചെയ്തത് വയറ്റാട്ടിയുടെ മകനാണ്. മകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫാത്തിമയുടെ മകൻ അബൂബക്കർ സിദ്ദിഖാണ് മലപ്പുറം പോലീസിന്റെ പിടിയിലായത്. അബൂബക്കർ സിദ്ദിഖാണ് വയറ്റാട്ടിയായ ഫാത്തിമയെ സിറാജുദ്ദീന്റെ വീട്ടിലെത്തിച്ചത്. സജോ ദേവസ്യ, ഗുഡ് ഈവനിംഗ്. ആരൊക്കെയാണോ സിറാജുദ്ദീന് ഈ അശാസ്ത്രീയമായി പ്രസവം എടുക്കാനും അതുവഴി അസ്മയുടെ മരണത്തിലേക്ക് നയിക്കാനുമുള്ള ഈ സംഭവത്തിൽ കൂട്ടാളികളായി ഉണ്ടായിരുന്നത്, അവരെ എല്ലാവരെയും കസ്റ്റഡിയിലേക്ക് എടുക്കുകയാണോ പോലീസ്? സുജയ, ഇതുവരെ ഈ കേസിൽ പോലീസ് ബുക്ക് ചെയ്തിരിക്കുന്നത് 3 പേരെയാണ്. ഒന്ന് സിറാജുദ്ദീൻ തന്നെയാണ്. മറ്റൊന്ന് ഈ പ്രസവത്തിന് സഹായം നൽകിയ അല്ലെങ്കിൽ വയറ്റാട്ടി എന്ന് വിളിക്കപ്പെടുന്ന സഹായിയായി എത്തിയ ഫാത്തിമയുടെ മകൻ എന്നിങ്ങനെ 3 പേരാണ്. അതായത് ഇതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത്, ഈ യുവതിയുടെ ജീവൻ യഥാർത്ഥത്തിൽ രക്ഷിക്കാമായിരുന്നു. അതായത് രക്തസ്രാവം തിരിച്ചറിയുന്നു. അപ്പോഴെങ്കിലും എന്തെങ്കിലും വിദഗ്ധ ചികിത്സ, വൈദ്യസഹായം ലഭ്യമായിരുന്നെങ്കിൽ ആ യുവതിക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. അതിനെക്കുറിച്ചെല്ലാം ബോധ്യമുള്ള ആളുകളാണ് ഇവർ 2 പേരും. പക്ഷേ അവർ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തത്, അതായത് നേരിട്ട് ഇക്കാര്യത്തിൽ ഒരു പങ്ക് വഹിക്കുന്നില്ലെങ്കിൽ കൂടിയും ഇത്തരം വ്യാജമായ ഒരു ചികിത്സ നടക്കുന്നതിന് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് സഹായം ചെയ്തു. അത് ഈ അപകടമൊക്കെ തിരിച്ചറിഞ്ഞിട്ടും അവർ ആ കാര്യത്തിൽ മറ്റെന്തെങ്കിലും ഇടപെടൽ നടത്തിയില്ല എന്നതാണ്. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, നേരത്തെ തെളിവെടുപ്പ് അടക്കം ഈ വീട്ടിൽ മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിലാണ് യുവതിയുടെ മരണം സംഭവിക്കുന്നത്. അവിടെ എത്തി തെളിവെടുപ്പ് പൂർത്തീകരിച്ചതാണ്. ഇനിയിപ്പോൾ മലപ്പുറത്തു നിന്നുള്ള അന്വേഷണ സംഘത്തിനാണ് അന്വേഷണ ചുമതല. പോലീസ് സംഘം പെരുമ്പാവൂരിലെത്തി. അതായത് യുവതിയുടെ വീട് പെരുമ്പാവൂരിലാണ്. പെരുമ്പാവൂരിലുള്ള ബന്ധുക്കളുടെ കൂടി വിശദമായ മൊഴി രേഖപ്പെടുത്തും. നേരത്തെ ഒരു ഭാഗം ബന്ധുക്കൾ കൃത്യമായ പരാതി ഉന്നയിച്ചിരുന്നു. കാരണം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല. അതിനുശേഷം ആംബുലൻസ് തെറ്റിദ്ധരിപ്പിച്ച് വിളിച്ചു വരുത്തുകയും പിന്നീട് യാത്ര ചെയ്ത് പെരുമ്പാവൂർ വരെ എത്തുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെ ഇക്കാര്യത്തിൽ സംഭവിച്ചത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് മാത്രമല്ല, ഇതിനും അപ്പുറത്തേക്ക് ഈ കാര്യത്തിലടക്കം ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തി. ഇപ്പോൾ IMA-യും KGMO-യും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിയമനിർമ്മാണം നടത്തണം. ഒപ്പം വ്യാപകമായി ഇത്തരം സംഘങ്ങൾ, ഏറ്റവും പ്രധാനമായും വീട്ടിലെ പ്രസവം, അതുകൂടാതെ വാക്സിനേഷനെതിരായ പ്രചാരണം തുടങ്ങി ഈ കാര്യത്തിൽ അശാസ്ത്രീയമായ പ്രചാരണങ്ങൾ, പരിശീലനങ്ങൾ, അതിനുവേണ്ടിയുള്ള കൂട്ടായ്മകൾ വ്യാപകമായി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അത് സംബന്ധിച്ച് വിശദമായി അതുകൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കുകയും അക്കാര്യത്തിൽ ഒരു ചിത്രം ഈ അന്വേഷണത്തിൽ തന്നെ ഉണ്ടാകണം എന്ന നിലപാട് നേരത്തെ വന്നതാണ്. അത് വിവിധ ഈ മേഖലകളിലെ വീട്ടിൽ ഉമ്മയെ എത്തിച്ച മകൻ, അതുപോലെ തന്നെ ഇതൊരു ലിങ്ക് ആണോ? കാരണം ആലപ്പുഴയിലെ വീട്ടിൽ നിന്ന് മലപ്പുറത്തെത്തി താമസിച്ച് ഈ പ്രസവം വീട്ടിൽ നടത്തുന്നതിന് സിറാജുദ്ദീൻ അവിടെ പങ്കാളികളെ അല്ലെങ്കിൽ കൂട്ടാളികളെ ലഭിക്കുകയാണ്. ഇതിലേക്കടക്കം അന്വേഷണം നീളട്ടെ. ചട്ടിപ്പറമ്പിലെ വീട്ടിലെ പ്രസവം അതോടുകൂടി അവസാനിക്കട്ടെ. ഇനി ഒരു വീട്ടിൽ കൂടി ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. താങ്ക് യു, സജോ ദേവസ്യ.